ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 21 വ്യാഴാഴ്ച തെളിയുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വ്യാഴാഴ്ചയിലേക്ക് മാത്രം ലോകമെമ്പാടുമായി 7 ലക്ഷം ടിക്കറ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ വീക്കെൻഡ് ടിക്കറ്റ് വിൽപ്പന 10 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതേസമയം മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് 10,000-ന് മുകളിൽ ടിക്കറ്റാണ്. സിനിമയുടെ കേരള ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷൻ 7 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷൻ 24 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ കേരള വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷൻ 12 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷൻ 34 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. അരുൺ അനിരുദ്ധൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരളത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ജെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 6 ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 2 കോടി 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 24 കോടി 85 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമയുടെ 50 കോടി പോസ്റ്റർ ബേസിൽ ജോസഫ് പങ്കുവച്ചിരുന്നു. നിലവിൽ ലോകമെമ്പാടുമായി 50 കോടി 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1 കോടി 21 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 5 ദിവസം കൊണ്ട് 9 കോടി 72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 3.5 കോടി തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ കേരളത്തിൽ 4 കോടി 33 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. 4-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച തെലുങ്ക് കളക്ഷനായി കളക്ട് ചെയ്തത് 2 കോടി 48 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസത്തെ തെലുങ്ക് കളക്ഷനായ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 17 കോടി 98 ലക്ഷം രൂപയാണ്. 7 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമയ്ക്ക് 9 കോടി 16 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. കന്നഡയിൽ ഇന്നലെ കളക്ട് ചെയ്തത് 1 കോടി 50 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 13 കോടി 21 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ കന്നഡ കളക്ഷൻ. 4 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് കന്നഡയിൽ നിന്ന് 6 കോടി 20 ലക്ഷം രൂപയാണ് ഷെയറായി കിട്ടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 10 കോടി 18 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 73 കോടി 38 ലക്ഷം രൂപയാണ്. 40 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമയ്ക്ക് തമിഴ്നാട് ഷെയറായി കിട്ടിയിരിക്കുന്നത് 36 കോടി 10 ലക്ഷം രൂപയാണ്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും 168 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 33 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 33 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 215 കോടി 89 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $6.03 മില്യൺ, അതായത് 57 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടുമായി 273 കോടി 44 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ചത് 65 കോടി രൂപയ്ക്കാണ്. സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിട്ട് 130 കോടി രൂപയുമാണ്. തിയേറ്ററിക്കൽ റിക്കവറി 190%, ബഡ്ജറ്റ് റിക്കവറി 103%. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.